എല്ലാ കസ്റ്റമേഴ്സും ഒരുപോലെയല്ല. കസ്റ്റമേഴ്സുമായിട്ട് റാപ്പ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് ടൈപ്പ് മനസ്സിലാക്കണം. 4 തരത്തിലുള്ള കസ്റ്റമേഴ്സാണ് ഉള്ളത്. ടൈപ്പ് 1 തിങ്കേഴ്സാണ്. നന്നായിട്ട് ആലോചിച്ചതിന് ശേഷം മാത്രമേ അവരൊരു പ്രോഡക്റ്റ് വാങ്ങുകയുള്ളൂ. ഇമ്പൾസ് ബൈങ് ചെയ്യില്ല. ഇമോഷണൽ ഒരു പ്രോഡക്റ്റ് വാങ്ങില്ല. നന്നായി പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രമേ ഒരു ഡിസിഷൻ എടുക്കുകയുള്ളൂ. ഇവരെ ഇംപ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പറയുന്ന കാര്യങ്ങൾ ലോജിക്കലി കറക്റ്റ് ആയിരിക്കണം. ഫാക്ട്സ് മാത്രം സംസാരിക്കുക. പ്രോപ്പർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കുക. മാക്സിമം ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുക. ഇക്കൂട്ടരോട് സംസാരിക്കുന്ന സമയത്ത് ഒരിക്കലും സെയിൽസ് പ്രഷർ ഉണ്ടാവരുത്. കാരണം അവർക്ക് വേണ്ടത് ക്ലാരിറ്റിയാണ്. ടൈപ്പ് 2 ഡ്രൈവേഴ്സ് ആണ്. ഇവർ വളരെ പവർഫുൾ ആണ്. ക്വിക്ക് ഡിസിഷൻ മേക്കേഴ്സ് ആണ്. ഇവർക്ക് സമയം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ ആണ് കീ. ഇവരെ ഇംപ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെയിൽസ്മാൻ ഒരു കോൺഫിഡൻറ്റ് ബോഡി ലാംഗ്വേജ് ഉണ്ടാവും. ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഇവർക്ക് എപ്പോഴും വേണ്ടത് ക്വിക്ക് സൊല്യൂഷൻസ് ആണ്. ഫസ്റ്റ് ഇംപ്രഷൻ പോയാൽ പിന്നെ സെയിൽസ് നോക്കണ്ട. ടൈപ്പ് 3 എക്സ്പ്രസീവ് ആണ്. ഇവർ പൊതുവേ ക്രിയേറ്റീവ് ആയിരിക്കും. എൻ്റർടൈൻമെൻറ്റ് ലവേഴ്സ് ആയിരിക്കും. ലോങ് പ്രസൻറ്റേഷനൊക്കെ ഇവർക്ക് വളരെ ഇഷ്ടമാണ്. കാരണം എക്സ്പീരിയൻസ് ആണ് ഇവരുടെ മാറ്റർ. ഒരു ഉദാഹരണം പറയാം. അവർ സ്റ്റോറിലേക്ക് വന്നാൽ അവർ ആദ്യം നോക്കുന്ന സ്റ്റോറിൻ്റെ ഡിസൈൻ ആയിരിക്കും. അവിടെ കോഫി മെഷീൻ ഉണ്ടെങ്കിൽ അതവർ ശ്രദ്ധിക്കും. അവർ എക്സ്പീരിയൻസ് ചെയ്യും. അവിടെ മാച്ച് കാണാനായിട്ട് ഒരു TV ഉണ്ടെങ്കിൽ അതും ഒരു എക്സ്പീരിയൻസ് ചെയ്യും. കാരണം ഇവർക്ക് ബൈയിങ് ഒരു എക്സ്പീരിയൻസ് ആണ്. ടൈപ്പ് 4 ഫീലേഴ്സ് ആണ്. ഇവർ പലപ്പോഴും ഡിസിഷൻസ് എടുക്കുന്നത് ഇമോഷൻസ് വെച്ചിട്ടായിരിക്കും. ഇവർക്ക് വേണ്ടത് സപ്പോർട്ടും അപ്രീസിയേഷനുമാണ്. ഒരു ഉദാഹരണം പറയാം. നിങ്ങളൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് ഓണറാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ഷോപ്പിലേക്ക് ഒരു കസ്റ്റമർ കടന്നു വരുന്നു. ഈ കസ്റ്റമർ ഒരു ഫീലർ കാറ്റഗറിയിലുള്ള കസ്റ്റമറാണെന്ന് വിചാരിക്കുക. അദ്ദേഹം നിരവധി ഡ്രസ്സുകൾ ട്രൈ ചെയ്യുന്നു, പക്ഷെ ഒന്നും സെലക്ട് ചെയ്യുന്നില്ല. ആ സമയത്ത് ആ കസ്റ്റമറെ നോക്കിയിട്ട് നിങ്ങൾ പറയുവാണ്, താങ്കൾ അവസാനം ട്രൈ ചെയ്ത ഡ്രസ്സിൽ താങ്കൾ കുറെ കൂടെ സ്മാർട്ടായിട്ട് തോന്നുന്നുണ്ട്. ഉറപ്പായിട്ടും ആ കസ്റ്റമർ ആ ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടാവും. കാരണം എന്താണെന്നറിയാമോ? ഇവർ പ്രോഡക്റ്റിനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫീലിങ്സിനാണ്. നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചാൽ അവരുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റും. സെയിൽസ് ഈസ് നത്തിങ് ബട്ട് റിലേഷൻഷിപ്പ്. അങ്ങനെ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസ് വളരെ ഈസിയാവും. സെയിൽസ് ഈസി ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? സെയിൽസ് ഈസി ആയാൽ നിങ്ങളുടെ ബിസിനസ് ഓട്ടോമാറ്റിക്കലി ഗ്രോ ചെയ്യും. ബിസിനസ് സൈക്കോളജിക്കൽ ടിപ്സിന് ജസ്റ്റ് ഫോളോ മീ. താങ്ക് യു.